സന്തോഷം നൽകുന്ന കാര്യമാണ്. ആ സ്ഥാനാർത്ഥിത്വം കേരളത്തിലെ മറ്റ് 19 നിയോജക മണ്ഡലങ്ങളിലും UDFന്റെ വിജയം ഉറപ്പാക്കാൻ സഹായിക്കും. ഞങ്ങൾ ആദ്യം ഇലക്ഷൻ രംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ 2020യുടെ സാധ്യത ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. ഇത് കോൺഗ്രസ് പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കും ആവേശം നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒപ്പം എന്തുകൊണ്ട് വയനാട് തിരഞ്ഞെടുത്തു? വയനാട് പോലൊരു സുരക്ഷിത മണ്ഡലം തേടി രാഹുൽ ഗാന്ധി എന്തുകൊണ്ടെത്തി എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഈ ഘട്ടത്തിൽ. അല്ല, കേരളത്തിനെ എത്ര കാര്യമായിട്ടാണ് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയാണ്. കാരണം കേരളത്തിനെ സംബന്ധിച്ച് പലപ്പോഴും പരാതി ഉണ്ടാവുന്നത് ഇവിടെ ഒന്ന് ജയിച്ചു പോകുന്നവരാരും കേരളത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള പരാതിയാണല്ലോ ചിലരൊക്കെ ചില കോണുകളിൽ നിന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ശക്തമായിട്ടുള്ള മറുപടി കൂടിയാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം. അദ്ദേഹം വിജയിച്ച് ഈ രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിന് മൊത്തത്തിൽ ഒരുപാട് കേന്ദ്ര സഹായം ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി, അതുകൊണ്ട് ഈ തീരുമാനം വളരെ ശുഭകരമാണ്. ശരി, ശ്രീ കെ മുരളീധരൻ. പക്ഷേ രഞ്ജിത്ത്, ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞത് ഒരു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ